പാകിസ്ഥാന് മുന്നറിയിപ്പുമായി അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേനയുടെ അഭ്യാസ പ്രകടനം. യുദ്ധക്കപ്പലുകളിൽ നിന്നുള്ള മിസൈൽ പരിശീലനമാണ് നാവികസേന നടത്തിയത്. നാവിക അഭ്യാസത്തിന്റെ ദൃശ്യങ്ങളും നാവികസേന പുറത്തുവിട്ടു. അഭ്യാസം വിജയമെന്നും നാവികസേന. വിവരങ്ങളുമായി ശരത് ലാൽ ചേരുകയാണ്. ശരത്, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തീർത്തും പ്രകോപനപരമായ പ്രസ്താവനകൾ, നടപടികൾ ഇത് തുടരുന്നതിനിടെയാണ് പ്രത്യേകിച്ചും ഈ പഹൽഗാം ഭീകരാക്രമണത്തിലെ ആക്രമണകാരികളെയൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന മട്ടിലായിരുന്നു അവിടെ പാകിസ്ഥാന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ, മന്ത്രിമാരൊക്കെ വിശേഷിപ്പിച്ചത്. ആ സാഹചര്യത്തിൽ ഇന്ത്യയുടെ അക്ഷരാർത്ഥത്തിലുള്ള ഒരു ശക്തി പ്രകടനം തന്നെയാണ് നടന്നിരിക്കുന്നത്, അല്ലേ? ലക്ഷ്മി, അതുതന്നെയാണ്. 18ഓളം യുദ്ധക്കപ്പലുകൾ പങ്കെടുത്ത ഒരു അഭ്യാസ പ്രകടനമാണ് അറബിക്കടലിൽ ഇന്ന് നടന്നിരിക്കുന്നത്, ഇന്നലെ രാത്രിയും ഇന്നുമായിട്ട്. കാരണം ഇത് സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ആ നേവി പുറത്തുവിട്ട ചിത്രങ്ങളും വിവരങ്ങളും മാത്രമേ ഉള്ളൂ. എന്നാൽ അതിൽ കൂടുതലായിരുന്നു ഈ അഭ്യാസ പ്രകടനത്തിൽ എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം കപ്പൽ വേദ മിസൈലുകളാണ് പരീക്ഷിച്ചത്. അതുപോലെ തന്നെ കപ്പലിൽ നിന്ന് തൊടുത്തുവിടാൻ പറ്റുന്ന ദീർഘദൂര മിസൈലുകളും പരീക്ഷിച്ചു എന്നാണ് നമുക്കറിയുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം കറാച്ചിയിൽ പാക് നാവികസേന കഴിഞ്ഞ ദിവസം ഒരു അഭ്യാസ പ്രകടനം നടത്തിയിരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ഇന്ത്യൻ നാവികസേന അഭ്യാസ പ്രകടനം നടത്തിയത്. കറാച്ചി നാവികസേന നടത്തിയ പാക് നാവികസേന അഭ്യാസ പ്രകടനങ്ങൾ വലിയ പ്രൊപ്പഗണ്ട നടത്തിയിരുന്നു. എന്നാൽ ഇന്ത്യൻ നാവികസേന നടത്തി കഴിഞ്ഞ ശേഷം 24 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഇത് സംബന്ധിച്ച വാർത്താക്കുറിപ്പ് നേവി തന്നെ പുറത്തിറക്കുന്നത്. ഇതിന് പ്രധാനമൊരു കാരണം പാകിസ്ഥാന് 130 ആണവായുധങ്ങളുണ്ടെന്നും അത് കപ്പലിൽ നിന്ന് വിക്ഷേപിക്കുമെന്നും ഭീഷണിയുമായി പാക് മന്ത്രി അനീഫ് അബ്ബാസി രംഗത്തെത്തിയതിന് പിറകെയാണ് ഇത്തരമൊരു ഭീഷണിക്ക് തങ്ങൾ മറുപടി നൽകാൻ തയ്യാറാണ് എന്ന ഒരു നാവിക അഭ്യാസ പ്രകടനം നാവികസേന നടത്തിയിരിക്കുന്നത്. ലക്ഷ്മി, ഇത് തന്നെ വളരെ നിർണായകമാണ്. കാരണം ഏത് തരത്തിലും തങ്ങൾ യുദ്ധസന്നദ്ധരാണ് എന്നതുകൂടി വിളിച്ചറിയിക്കുന്നതാണ് നാവികസേനയുടെ ഈ അഭ്യാസ പ്രകടനം. ലക്ഷ്മി, നാവികസേനയുടെ അഭ്യാസ പ്രകടനം അത് ഇന്ത്യയുടെ ശക്തി പ്രകടനമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ശരത് ലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ